നല്ല മാങ്ങാ സീസൺ ആണല്ലോ ഇപ്പം. സോ ഐ തോട്ട് ഇന്നൊരു മാങ്ങ വെച്ച് ഹൽവയാവാല്ലേ. എങ്ങനെയാണ് മാങ്ങ ഹൽവ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടാലോ? ആദ്യം തന്നെ 2 പഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നെടുകെ കീറിയതിന് ശേഷം ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് ഇതിൻ്റെ ആ ഒരു പൾപ്പ് നമ്മളൊന്ന് സ്ക്യൂസ് ചെയ്ത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളൊരു ഫ്രൈങ് പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിലേക്ക് ഈ ഒരു പൾപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് യു ക്യാൻ ചൂസ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മാങ്ങയ്ക്ക് നല്ല മധുരം കാണും. അപ്പോൾ അളവ് കൂടിയും ചില മാങ്ങയ്ക്ക് മധുരവും പുളിപ്പൊക്കെ കാണുമല്ലോ. ഓരോരുത്തരും എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് കട്ടകളൊന്നുമില്ല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാൻ വെക്കാനായിട്ട്. പാൻ വെച്ച് ഈ ഒരു മിക്സ് ഹൽവ ആക്കി എടുക്കുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഒരു വിസ്ക് ഉപയോഗിച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. അതാകുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം മാറ്റി കിട്ടും. അങ്ങനെ ഒരു പകുതി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ടും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗീയും കൂടെ നല്ല നാടൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വിസ്ക് മാറ്റിയിട്ട് നമുക്ക് സ്പാച്ചിലിലോട്ട് മാറാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ വിസ്ക് തന്നെ കണ്ടിന്യൂ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു വിട്ട് വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ സ്പാച്ചില ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടെ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതേപോലെ നല്ല കുറുകിയ പരുവത്തിലാക്കിയെടുക്കുക. നമ്മൾ കുറുകി വരുമ്പോഴത്തേക്ക് നല്ലൊരു ഓറഞ്ചും അല്ല യെല്ലോയും അല്ല, ആ ഒരു നമ്മുടെ കടയിൽ നിന്ന് നല്ല ഈ കളറിലുള്ള ഹൽവ നമ്മൾ മേടിക്കാൻ കിട്ടില്ല, ആ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ചൂടോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഒരു 4 സൈഡും എല്ലാം നല്ല കറക്റ്റ് ലെവലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ആ പാത്രത്തിനകത്ത് നെയ്യൊന്ന് തടവണം കേട്ടോ. എന്നിട്ട് ആ ഒരു നമ്മുടെ ഈ ഒരു ഹൽവയുടെ മിക്സ് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ, പാടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് മിനുക്ക് പണിയും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ട്രയാങ്കിളോ സർക്കിളോ അത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. എങ്ങനെയാണെന്നെങ്കിലും നമ്മളത് കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ. ഒരു പ്രസൻറ്റേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആണ് എങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. സോ എൻ്റെ പ്രസൻറ്റേഷൻ അത്ര വലിയ ബെറ്റർ ഒന്നും അല്ല, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ട് എങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. ഇപ്പം ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ നല്ല ചെറിയ തേങ്ങ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ അലുവ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ നല്ല സ്വാദിഷ്ടമായ സൂപ്പർ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള മാങ്ങ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാങ്ങ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബൈ.